ഡൊമിനോസിലെ ഗാർലിക് ബ്രെഡ് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. എന്നാൽ അത് വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ വളരെ സോഫ്റ്റും ഫ്ലഫിയുമായിട്ടുള്ള ചീസി ഗാർലിക് ബ്രെഡ് വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കാനായി ആദ്യം തന്നെ നമ്മൾക്ക് ഈസ്റ്റ് ഒന്ന് ഫെർമെന്റ് ചെയ്യണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിന്റെ ചൂട് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായി ഒന്ന് അലിയിപ്പിച്ചെടുക്കണം. പഞ്ചസാരയൊക്കെ ഇപ്പൊ ഇവിടെ നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഇൻസ്റ്റന്റ് ആക്റ്റീവ് ആയിട്ടുള്ള ഈസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഫെർമെന്റ് ആയി കിട്ടും. ഈസ്റ്റ് ഒന്ന് വെള്ളത്തിലേക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈസ്റ്റ് ഒക്കെ നന്നായി ഫെർമെന്റ് ആയി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഗാർലിക് ബ്രെഡിനുള്ള മാവ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 3 കപ്പ് മൈദയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. 3 കപ്പ് മൈദ കൊണ്ട് ഏകദേശം ഒരു 5 ഗാർലിക് ബ്രെഡ് വരെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഡൊമിനോസ് എന്നൊക്കെ കിട്ടുന്ന ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മൾക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ പിസ്സ സീസണിങ് കൂടെ ചേർത്ത് കൊടുക്കാം. പിസ്സ സീസണിങ് ഇല്ലെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോ എണ്ണയും ഉപ്പുമൊക്കെ പൊടിയിലെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫെർമെന്റ് ചെയ്യാൻ വെച്ചിരുന്ന ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവിലേക്ക് ഇനി കുറച്ചുകൂടി വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് ചപ്പാത്തി മാവിനേക്കാൾ ലൂസായിട്ട് വേണം മാവിരിക്കേണ്ടത്. എന്നാൽ മാത്രമേ നല്ല രീതിയിലുള്ള ബ്രെഡ് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. മാവ് ഇവിടെ നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് ഒന്നുകൂടി നന്നായി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമ്മൾക്കൊന്ന് ഇതുപോലെ നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. കയ്യിലൊട്ടി പിടിക്കാതിരിക്കാനായി ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് ഒരു 15 മിനിറ്റ് എങ്കിലും നമ്മൾക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയി വരികയുള്ളൂ. ഇപ്പോ മാവ് നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഒരു 1.5 മണിക്കൂറെങ്കിലും നല്ല രീതിയിലൊന്ന് ഫെർമെന്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. നമ്മൾ മാവ് കുഴച്ചെടുത്ത അതേ പാത്രത്തിലേക്ക് തന്നെ ഈ മാവ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഫെർമെന്റ് ചെയ്യാനായി ഒരു 1.5 മണിക്കൂറെങ്കിലും നമ്മൾക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മാവ് പൊങ്ങാൻ വെച്ച സമയം കൊണ്ട് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഗാർലിക് സ്പ്രെഡ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 20 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒരുപാട് അരഞ്ഞു പോവരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പിസ്സ ഹെർബ്സും അതേപോലെ തന്നെ 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗാർലിക് മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. 1.5 മണിക്കൂറിന് ശേഷം നമ്മൾക്ക് മൂടി തുറന്ന് നോക്കാം. മാവൊക്കെ ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഈ മാവിനി കൗണ്ടർ ടോപ്പിൽ വെച്ച്
ഒന്നുകൂടി ചെറുതായി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കുഴച്ചെടുക്കാം. ഇങ്ങനെ കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ചെറുതായി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഈ മാവിനെ നമ്മൾക്ക് ഒരേ വലിപ്പത്തിലുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇനി ഈ ഓരോ പീസും എടുത്ത് ഇതുപോലെ നല്ല രീതിയിലൊന്ന് ബോളാക്കി എടുക്കാം. ഇനി നമ്മൾക്ക് ഓരോ ബോളും ഒന്ന് പരത്തിയെടുക്കണം. അതിനുവേണ്ടി കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ലേശം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇനി ഓരോ ബോളും എടുത്ത് നമ്മൾക്ക് ഇതുപോലെ നന്നായി ഒന്ന് ചപ്പാത്തിക്കോല് വെച്ച് പരത്തിയെടുക്കാം. ഒരുപാട് നൈസായി പരത്തരുത്. മാവ് ഇവിടെ നന്നായി ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലൊരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾക്ക് ഇതുപോലെ ഒരു വട്ടത്തിലുള്ള പാത്രം വെച്ച് അരികൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു അരിപ്പയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ സൈസിലുള്ള ഒരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചായാലും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഗാർലിക് സ്പ്രെഡ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗാർലിക് സ്പ്രെഡ് എല്ലായിടത്തേക്കും ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡ് ഒഴിവാക്കിയിട്ട് വേണം നമ്മൾക്കിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ഒരു സൈഡിലേക്ക് നമ്മൾക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്വീറ്റ് കോൺ കൂടി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് കോണിന് പകരം ക്യാപ്സിക്കമോ ചിക്കനോ അല്ലെങ്കിൽ പനീറോ ഏത് വേണമെങ്കിലും ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിന്റെ സൈഡിലൂടെയൊക്കെ കുറച്ച് വെള്ളം കയ്യിൽ തൊട്ട് നന്നായി ഒന്ന് തേച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഇത് മടക്കി എടുക്കുമ്പോൾ നന്നായി ഒന്ന് അറ്റം ഒട്ടിയിരിക്കുകയുള്ളൂ. ഇനി ഇത് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് നന്നായി ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. ഇനി അറ്റം നന്നായി ഒന്ന് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു കത്തി കൊണ്ട് ഇതുപോലെ ചെറുതായി ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇനി ഇതിന്റെ പുറത്തും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഗാർലിക് സ്പ്രെഡ് ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ചെറുതായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിന്റെ പുറത്തേക്ക് ഒരല്പം ക്രഷ്ഡ് ചില്ലി കൂടി തൂവി കൊടുത്തതിന് ശേഷം ഇനി ഈ ബ്രെഡ് നമ്മൾക്കൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ട്രേയിൽ ഞാൻ അല്പം മൈദ തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ശ്രദ്ധയോടെ അതിലേക്ക് ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമ്മൾക്ക് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് നമ്മൾക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഓവനിൽ നിന്നെടുക്കാം. ചൂടോടുകൂടി തന്നെ നമ്മൾക്ക് ഇതിന്റെ പുറത്തേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കണം. വളരെ ഫ്ലഫിയും ചീസിയുമായിട്ടുള്ള സ്റ്റഫ്ഡ് ഗാർലിക് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതേപോലെ ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.